ഇന്നൊരു കൂർക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ. കൂർക്ക മെഴുക്കുവരട്ടി ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലേ. എന്നാൽ കൂർക്ക നന്നാക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മെഴുക്കുവരട്ടിയാണ്. അതിനായിട്ടിവിടെ കൂർക്ക നന്നാക്കി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടത് അത്യാവശ്യം വലിയ കൂർക്കക്കിഴങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഒരു 5-6 പ്രാവശ്യം ഒലച്ച് വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കണം. കാരണം കൂർക്കയിൽ മണ്ണുണ്ടാവുമല്ലോ. അപ്പോൾ നന്നായി കഴുകി എടുത്തിട്ട് അതിനുശേഷം ഞാൻ വേവിക്കാനായിട്ട് ആദ്യം കൂർക്ക വേവിച്ചിട്ടാണ് മെഴുക്ക് വരട്ടണത്. അപ്പോൾ വേവിക്കാനായിട്ടൊരു മൺചട്ടി ഞാൻ എടുത്തിരിക്കണം. അതിലേക്ക് ഈ കഴുകി വാരിയ കൂർക്കയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. കൂർക്ക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കി ചേരുവകൾ തയ്യാറാക്കി വെക്കാം. അത് ഇവിടെ ആകെ 3 ചേരുവകൾ എടുക്കുന്നുള്ളൂ. ഉണക്കമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി. ചെറിയുള്ളി എത്രയും എടുക്കുന്ന അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതെല്ലാം കൂടി നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു ഇടിക്കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം. കൂർക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചീൻചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതുണ്ടല്ലോ അതും കൂടെ അതിലിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ചൊരു കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ പോയി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും കൂടി ഇതിലിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ വെള്ളം ഒന്ന് കൂർക്കയിലേക്ക് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ അത്രയും മതി. കുറച്ച് നേരം മതിയാവും. അപ്പോഴേക്കും നമ്മുടെ മെഴുക്ക് വരട്ടി റെഡിയായി. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചീൻചട്ടിയിൽ നിന്ന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത് പകർത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്